ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ആശുമോന്റെ ഒരു ബ്ലോഗാണ് കേട്ടോ. ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് കണ്ടോ നിറയെ മുടിയൊക്കെ ഉണ്ട് കണ്ടോ. എൻ്റെ എല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത് കൊണ്ട് തുടങ്ങിയെങ്കിലും എൻ്റെ മോനത് ഇഷ്ടം പോലെ അതായത് നമുക്ക് മൂക്ക് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഹെയർ. അപ്പോൾ പെൺകുട്ടി വേണമെന്നാണ് രണ്ടാമത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത്. പക്ഷെ ഞങ്ങൾക്കൊരു സെക്കൻകുട്ടീനെയാണ് കിട്ടിയത്, സെക്കൻകുട്ടീനെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പം എനിക്ക് ഒരുക്കാൻ കുഞ്ഞുങ്ങളെ അതായത് പെൺകുട്ടികളെ ഒരുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ ആയതൊക്കെ അപ്പോൾ ഒരുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെൺകുട്ടി ആയിരുന്നെങ്കിൽ സൂപ്പർ ആയനെന്ന് ഞാൻ വിചാരിച്ചതാണ്. എനിവേ ആൺകുട്ടി ആണെങ്കിൽ കൂടെ ഈ പ്രായത്തിലല്ലേ നമുക്ക് ഒന്ന് സുന്ദരനെ ഒന്ന് സുന്ദരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ആശുമോനെ നമ്മൾ ആശുമോളാക്കാൻ പോകുന്നു. ഉണ്ട് ആശുമോളാക്കട്ടെ. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടു. ആശുമോളാക്കാൻ സമ്മതം തന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് അവന് നേട്ട് കൊടുത്തിരിക്കുന്നത് ഇത്. കൈയൊന്നും കാണാനല്ല, കയ്യെവിടെ. അപ്പം ആശുണ്ണിൻ്റെ ഡയപ്പർ ഉണ്ടല്ലോ, ക്ലോത്ത് ഡയപ്പറാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇത് ഒരു 2 എണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു, ബാക്കി ഒരു 3 എണ്ണം ഫസ്റ്റ് ക്രൈന്ന് ബേബി ഹഗ് എന്ന ബ്രാൻഡിനെയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് വളരെ നല്ലതാണ്. അത് കാർബണിൻ്റെ ആണ് അതിൻ്റെ ആ പാഡ് ഉണ്ടായിരുന്നത്. ഇത് സാധാ വൈറ്റ് ആണ്, കാർബൺ ആണ് നല്ലത് കേട്ടോ. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കുറച്ച് ക്വാളിറ്റി കുറവാണ്, മറ്റേത് വെച്ച് നോക്കുമ്പോൾ മറ്റേതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഞങ്ങൾക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സാറില്ല. എവിടെ എൻ്റെ കുട്ടിയുടെ കൈ എവിടെ? കൈ കാണുന്നില്ല ചേട്ടാ. ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ തുടങ്ങി കേട്ടോ. സന്തോഷം. അതാണ് അടി കിട്ടും പറ. ഓക്കെ, അപ്പോൾ അധികം വേഗമായി തന്നെ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്ന് ആശുമോൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ആശുമോൻ ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട്. കുറച്ച് സ്വഭാവമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വേഗം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അവനുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആശുണിക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ, പിന്നെ ഹിമാലയയുടെ പ്രിക്ലി ഹിറ്റ് ബേബി പൗഡർ പിടിച്ചോ, പിന്നെ 2 ഹെയർ ടൈ കൺമിഷൻ ആയാലും. ഓക്കെ, അപ്പോൾ ഇത്രയും കൺമിഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ആശുമോനെ ഒരുക്കാൻ പോവുകയാണ് നമ്മൾ. ആക്ച്വലി ഞാൻ അവന് പൗഡറൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല, കണ്ണ് പെരുകം അതൊന്നും ഞാൻ എഴുതി കൊടുക്കാറില്ല കേട്ടോ. എന്തോ എനിക്കത്ര ഇഷ്ടമല്ല. ആ കുണ്ണീനെ കുറേ കരുവാരി തേച്ചിട്ട് കൊളാക്കിയായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ആശുണ്ണീനെ അത്രയ്ക്ക് അങ്ങോട്ട് ആക്കുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ പണി. ഒരു ടാസ്ക് പിടിച്ച സംഭവമാണ്, വല്ലാത്തൊരു ടാസ്ക്കാണ്. ആദ്യം കുറച്ചൊന്ന് മൈൻഡ് ഡൈവേർട്ട് ആക്കണം ആശുണ്ണീൻ്റെ. അവനിങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ദേഷ്യം വരും. വായക്കാണെന്ന് വിചാരിച്ചിട്ട് വായ തുറക്കും. അപ്പോൾ നമ്മൾ എൻ്റെ കൈയെടുത്ത് വായയിലിടും. കണ്ടില്ലേ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെല്ലെ ഇവിടെ ഇങ്ങനെ എൻ്റെ കൈയാണ് എടുത്ത് വായയിലിടുന്നത്, നമ്മുടെ കയ്യിലേ, നോ പ്രോബ്ലം. അപ്പം മെല്ലെ ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കാര്യമായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ടച്ചിങ് ഓൺലി. ഓക്കെ, വെരി ഗുഡ്. ഒരു പേര് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടീൻ്റെ ഫേസ് മാറി. ഓക്കെ, അപ്പോൾ ഇനി വിരൽ വെച്ച് ജസ്റ്റ് ഒന്നങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ഞാൻ ഒരുപാട് കറുപ്പിച്ചിട്ടൊന്നും ആക്കി കൊടുക്കുന്നില്ല, ടച്ചപ്പ്. കണ്ടില്ലേ? ഇനി ഇപ്പുറത്തെ പിരികെ ഞാൻ എങ്ങനെ എഴുതി കൊടുക്കും? മോനെ ഐബ്രോ ചന്തമാക്കണ്ടേ? അത് ആക്ഷനാണ് കേട്ടോ. ചുമക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ ആക്ഷൻ ഇടും, പക്ഷെ കാര്യമാക്കണ്ട. ഇളക്കല്ലേ, തൊടട്ടൊന്നേ. സുന്ദരനായോ നിങ്ങൾ? സുന്ദരിമണി. ഒന്നിങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ആയോ മോനെ? ഒന്നുകൂടെ. ഇവിടെ നിന്നാണ് ഐബ്രോ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വേണം ആക്കാൻ. എവിടെ
യെസ്. അങ്ങനെ ഐബ്രോൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ പൗഡർ ആക്ച്വലി ഐബ്രോ ആയതുകൊണ്ട് പൗഡറിൻ്റെ ആവശ്യം വരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പൊട്ട് കുത്തടി കുത്തടി കുത്തട്ടെ മോനെ, വയലേട്ടല്ല. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഡീസൻ്റ് ആയിട്ട് കാണിച്ചു തരുന്നത്? ഇനി കവിളിലൊരു കുത്ത്, ഇനി താടിയിലൊരു കുത്ത്, ഇനി ഇപ്പുറത്തൊരു കുത്ത്. വേണ്ട, ഓവറായിപ്പോയി. താടിയിൽ ആക്ച്വലി ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ ആയിപ്പോയി. അതെ, ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് കണ്ണ് ഞാൻ എഴുതുന്നില്ല കേട്ടോ. കണ്ണിൽ വേണേ ഒരു കുഞ്ഞ് വാല് വെച്ച് കൊടുക്കാം. വാല് വെക്കട്ടെ മോനെ, വാല് വെക്കട്ടെ. അയ്യോ പേടിയാവുന്നു, കണ്ണ് കുത്തോ? വേണ്ട, കണ്ണ് വേണ്ട. കണ്ണേ, ഈ ക്യാമറ ഞാൻ കൈ പിടിച്ചിട്ട് എഴുതുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഫേസിൽ മേക്കപ്പ് കഴിഞ്ഞ് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് ബേബി പൗഡർ, അധികം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് മാത്രം. എന്ത് കിട്ടിയാലും വായിക്കാൻ കൊണ്ടുവന്ന്. പിന്നെ ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. ഷു 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 ഹെമേ, ഷു 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 ഷു. എന്തായി? സുന്ദരനായോ? പകുതി സുന്ദരനായി, പകുതി സുന്ദരിയായി അല്ലേ? ഇനി ഞങ്ങളുടെ മുടിയാണ്. മുടി ഇതാണ്ട് ഇത്രയും നീളമുള്ള മുടി. ഇതേ മൂക്ക് വരെയുണ്ട്, കണ്ണിലെത്തും, മൂക്കിലെത്തുന്നുണ്ടോ? കണ്ടോ? ഇതൊന്ന് നമുക്ക് കെട്ടിവെക്കാം. സമ്മതിക്കൂ അതിന് ചേട്ടാ? സോ ഗൈസ്, അടുത്തതാണ് ടാസ്ക്. നെക്സ്റ്റ് ടാസ്ക് ഹെയർ ടൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ? അപ്പോൾ മോനെവിടെ ഇരിക്കൂ. ഇപ്പോൾ എവിടെ ഇരുത്തുക? സെറ്റാണോ? ഓക്കെ, നമ്മൾ 2 സൈഡ് കൊമ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമ്മതിക്കുമെന്ന് അറിയില്ല. കണ്ണിലെത്തിയോ? കണ്ണ് കൊള്ളുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ജസ്റ്റ് റാൻഡംലി ഒരു സെൻറ്റർ എടുക്കുകയാണ്. ഓക്കെ, കിട്ടിപ്പോയി. നമ്മൾ സ്വത്ത് എവിടെ? കുഞ്ഞിത്തത്തുണ്ടോ? കുഞ്ഞിത്തത്ത് ബാക്കിൽ വാല് കണ്ടിട്ടില്ലല്ലോ. ഇതേ വാല്, ബാക്കത്തെ വാല്. ബാക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേഗം കെട്ടാം. ഇത് ഒരുപാട് ചീകി മിനുക്കാനൊന്നും പറ്റില്ല, അപ്പോഴേക്കും ആശുമാൻ്റെ ക്ഷമ നശിക്കും. അപ്പം നമുക്ക് വേഗം കെട്ടണം. എങ്ങനെ വേഗം കെട്ടുക? ഓക്കെ, എവിടെ? അതാ കെട്ടി. തെങ്ങ് വേണ്ട നമുക്ക്. തെങ്ങിൽ തേങ്ങയിടാം, ഒരു കുഞ്ഞി തെങ്ങ് കെട്ടി തേങ്ങയിടാം. ഇതങ്ങനെ കുച്ചു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി. എനിക്ക് തോന്നുന്നത് വേദന എടുക്കുന്നുണ്ടാവില്ലേ? കഴിഞ്ഞു. ഇത് ശരിയായിട്ട് കഴിഞ്ഞപ്പോ ആക്ച്വലി തലയിൽ തൊടുക പറഞ്ഞാൽ അത്രയും ദേഷ്യമുള്ള കാര്യമാണ് അശ്വിനിക്ക് കേട്ടോ. അതാണ് അവൻ ഇത്ര പ്രാന്ത് പിടിക്കുന്നത്. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നോളൂ, പിന്നെ വേണ്ടാന്നും പറയില്ല. നമ്മുടെ സ്വത്ത് എവിടെ? എവിടെ? അയ്യോ, ഇവിടെ ഒരു കുഞ്ഞു പെണ്ണാണ്. കുഞ്ഞു പെണ്ണാണോ? സുന്ദരിയാണോ?
ഇത് സുന്ദരിയാണോ? സുന്ദരി പെണ്ണാണോ? സുന്ദരി പെണ്ണ് എവിടെ? സുന്ദരി പെണ്ണ് എന്താ ഇഷ്ടപ്പെട്ടത്രേ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. കൊമ്പ് ആക്ച്വലി ഇതിന് താന്ന് കിടക്കുന്നു, നേരെ നിൽക്കുന്ന കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, താന്ന് കിടക്കുന്നു. ഇവിടെ 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 നിൽക്കുന്നുണ്ടേ. അയ്യോ അയ്യോ കണ്ടില്ലേ ക്യാമറയ്ക്ക് എന്നെ നോക്കുന്നത്? എല്ലാം ഞങ്ങളിപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സുന്ദരിക്കുട്ടി റെഡി ആയല്ലോ, കുഞ്ഞിത്തൊക്കെ റെഡി ആയല്ലോ, സുന്ദരി ആയല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? പെന്നെപ്പോലെ ഇല്ലേ? ഇതൊക്കെ ആക്കിയിട്ട് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ട് വേണോ ചേട്ടാ? ഫോട്ടോഷൂട്ട് വേണോ? അപ്പതാ നമ്മുടെ കുഞ്ഞിത്തൊത്ത് ഇവിടെ റെഡിയായി. കുഞ്ഞിത്തൊത്ത് റെഡിയായി. ഈ മുടിയെല്ലാം ഞങ്ങളൊരു 11 മാസത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യും. എന്നിട്ട് ഒരു വയസ്സ് കഴിഞ്ഞാൽ മുട്ടയടിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഹെയറാണ്, എൻ്റെ പോലത്തെ നല്ല സൂ എന്നുള്ള ഹെയറാണ്. ഇതാരാ ഇത്? സുന്ദരിയാണ്. സുന്ദരിയാണോ? കുഞ്ഞിത്താണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഗെറ്റ് റെഡി കഴിഞ്ഞ. അങ്ങനെ ഞങ്ങളിതേ 2 കൊമ്പൊന്നും കാണില്ലല്ലോ. ഓക്കെ, എന്തായാലും നേരെ കാണിച്ചു തരാം. കൊമ്പൊക്കെ കെട്ടി സുന്ദരി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.